പുല്ലവള്ളിയിൽ അത് സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താ വെച്ചാൽ അതിന് നല്ലൊരു ആർട്ടിസ്റ്റിക് വർക്ക് വേണം. ബോട്ട് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇത്രയും ഉയർന്ന സ്റ്റാച്ചു ഉണ്ടാക്കണം. അത് കടലിലേക്ക് ത്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന. അതുപോലെ തന്നെ അതിൽ സിനിമറ്റോഗ്രാഫിയിൽ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഒരു ഗ്രാഡ് ഇട്ട് ഞങ്ങൾ ലാബിലിട്ട് ടെസ്റ്റ് ഇട്ടിട്ടാണ് മുല്ലയുടെ ലുക്ക് ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മൻമോഹൻ ആൻഷൻ എന്ന് പറഞ്ഞിട്ട് കാൻസിലൊക്കെ അവാർഡ് വിന്നിങ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് ആണ്. അപ്പോൾ അവൻ സ്കൾപ്ചറാണ്, അവൻ മാസ്കുകൾ ഉണ്ടാക്കും. അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ഡിസൈൻ ചെയ്തത്. ഈ തോണി ഡിസൈൻ ചെയ്തത്, സ്കൾപ്ചർ ഡിസൈൻ ചെയ്തത്, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം ബാവ വന്നു, ആർട്ട് ഡയറക്ടർ ബാവ വന്നിട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തത്. ആ ബോട്ട് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ സ്റ്റാച്ചു ഉണ്ടാക്കിയത്, ഉയരം അവൻ കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പെട്ടെന്ന് പോകും. രാവിലെ വരുമ്പോൾ സ്റ്റാച്ചു ഉണ്ടാവുന്ന അറിയില്ല. ആസ് ഈ സെഡ് എവറി ഡേ രാവിലെ വന്ന് നോക്കും, എല്ലാവരും വരുന്നുണ്ട്, ഈ ബോട്ട് അവിടെ ഉണ്ടോ, സ്റ്റാച്ചു അവിടെ ഉണ്ടോ എന്ന് നോക്കും. ആ സിനിമയ്ക്ക് അവർക്ക് രണ്ടാൾക്കും കൂടെ ആർട്ട് ഡയറക്ടറിന് സംസ്ഥാന അവാർഡ് കിട്ടി. അതെ, ഈ പറയുമ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ കൊറിയോഗ്രാഫി വന്നിട്ട് ചെയ്യുന്നത് സിനിമ കൊറിയോഗ്രാഫേഴ്സ് അല്ല. കോകിലാൻ മോഹൻ എന്ന് പറഞ്ഞിട്ട് മേജർ സുന്ദരരാജൻ എന്ന് പഴയ തമിഴ് ആക്ടർ ഉണ്ടായിരുന്നു, അയാളുടെ മകനാണ്. അവര് കോകിലയും സുന്ദരനും, ഗൗതം ആൻഡ് കോകില, ദർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അവർ ഈ ജാസ് അങ്ങനെയുള്ള കൊറിയോഗ്രാഫിയിൽ, ബ്ലൂസ് ജാസിലൊക്കെ കൊറിയോഗ്രാഫിയിൽ എക്സ്പേർട്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ട്രാക്ക് ചെയ്തപ്പോൾ തന്നെ അശോകച്ചനോട് ഞങ്ങൾ എന്താ ചോദിച്ചാൽ, ഞങ്ങൾ ബ്ലൂസ് വേണമെന്ന് പറഞ്ഞിട്ട് പം 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 അങ്ങനെ വെറുതെ പുള്ളി പ്ലേ ചെയ്യും. പ്ലേ ചെയ്തുമ്പോൾ അതിൽ അശോകച്ചൻ ജാം ചെയ്യും. അങ്ങനെ ജാം ചെയ്തിട്ട് അതുണ്ടാക്കിയപ്പോഴാണ് ഗിരീഷിനെ വിളിച്ച്. ഗിരീഷ് ഇമീഡിയറ്റ് ആയിട്ട് എഴുതി. ഗിരീഷ് എനിക്ക് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോഴും വിക്കപ്പി താമര നൂലിനാൽ പറഞ്ഞൊരു ഗിരീഷ് എക്സ്പ്ലെയിൻ ചെയ്യും. അത് ഭയങ്കരമാണ്. ഓരോ ലിറിക്സിന്റെ ബ്യൂട്ടി അവൻ എക്സ്പ്ലെയിൻ ചെയ്യും. സിനിമ ഉണ്ടായി വരുന്ന എല്ലാ സ്റ്റേജിലും നമുക്ക് ഈ ഇതുണ്ടല്ലോ. അയ്യോ, അത് ഭയങ്കര രസമാണ്. അതിപ്പോൾ ഇന്നില്ല. അന്ന് ഇരുന്നിട്ട് കമ്പോസ് ചെയ്യും നമ്മളെല്ലാവരും കൂടി ഇരുന്ന്. ഇന്നതില്ല. അത് പണ്ട് അവർ ഹോട്ടൽ റൂമിലൊക്കെ ചെയ്ത് സ്റ്റുഡിയോയിൽ പോയിരുന്നു. പിന്നെ നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് കമ്പോസ് ചെയ്യുന്ന സമയമായി. എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ സംഗീതം പറക്കുന്നു, അവിടെ എഴുത്ത് നടക്കുന്നു. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ നല്ലൊരു പടം ചെയ്തതിൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തെന്ന് വെച്ചാൽ, ഒരു 11 കൊല്ലമായി ചെയ്തിട്ട് അത് വെളി വന്നിട്ടില്ല പടം. അതെങ്ങനെ വെച്ചാൽ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അശോകനോട് ഞാൻ ട്രാക്ക് ചെയ്യാൻ പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൽ എന്താണ് പുള്ളിക്ക് തോന്നുന്നത് അതനുസരിച്ചിട്ട് മ്യൂസിക് ഇട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ട്രാക്ക് ഇട്ട് എനിക്ക് തന്നു. ഓരോ സീൻ 1, സീൻ 2, സീൻ 3 പുള്ളിയുടെ മനസ്സിൽ ആ സീൻ വായിച്ചപ്പോൾ ഉണ്ടായ ഇമോഷൻ, ആ ഇമോഷൻ ഞാൻ പ്ലേ ചെയ്തിട്ട് 2 ക്യാമറ വെച്ചിട്ട് ആക്ടേഴ്സിനെ പെർഫോം ചെയ്ത് ഷൂട്ട് ചെയ്തു, പ്ലേ മാതിരി. ഇങ്ങനെയാണല്ലേ സാറിന്റെ സിനിമകളിൽ? ഞാൻ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യം. ഇതിലും ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. ഞാൻ 24-ാം തീയതി പൊട്ടിക്കും. 23-നാണ് സിനിമ റിലീസ്. 24 ഞാൻ പൊട്ടിക്കും. വലിയൊരു സർപ്രൈസ് ഉണ്ട്. മലയാളത്തിൽ ആദ്യത്തെ ഒരു സംഭവം മാറുന്നത്. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. 24-ാം തീയതി ഞങ്ങളത് പൊട്ടിക്കും. 23-ാം തീയതി പൊട്ടിക്കില്ല, അന്ന് മുമ്പ് പൊട്ടിക്കില്ല. 24-ാം തീയതി. അപ്പോൾ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പറയും.